Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ പതിവ് പോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര തരം കറി ചോറിനുണ്ടെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് തരം ചമ്മന്തി പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇന്നും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. മത്തങ്ങ ചമ്മന്തിയാണ് ഇത്. സാധാരണ മത്തങ്ങ വെച്ചിട്ടല്ല, മത്തങ്ങയുടെ ഉള്ളിലുള്ള കുരുവും അതുപോലെ തന്നെ അതിന് മാതളം എന്ന് പറയും, അല്ലെങ്കിൽ കുടലെന്ന് കേട്ടിട്ടുണ്ട്. അതിനെന്താ വേറെ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. മത്തങ്ങയുടെ മാതളം അല്ലെങ്കിൽ കുടലെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. മത്തങ്ങയുടെ ഉള്ളിലുള്ള ആ കുരുവും അതിൻ്റെ കൂടെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ആ കുറച്ച് പോർഷനും ഇന്നർ പോർഷനും കൂടെ ചേർത്തിട്ട് നമ്മൾ ചമ്മന്തി അരയ്ക്കും. സാധാരണ നമ്മളത് കളയല്ലേ പതിവ്. ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ നല്ലതാണ്. അതിനേക്കാൾ ടേസ്റ്റാണ് ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റിലുള്ള മത്തങ്ങ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് മത്തങ്ങ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ ഒന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാം. മത്തങ്ങയുടെ കുരുവിന് ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. മത്തങ്ങയുടെ കുരു നമ്മൾ വെറുതെ റോസ്റ്റ് ചെയ്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരു സ്നാക്കായിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നട്ട്സൊക്കെ കഴിക്കുന്ന പോലെ വെറുതെ ഒന്ന് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. മത്തങ്ങയുടെ കുരുവിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മുടെ ഹാർട്ടിനും അതുപോലെ തന്നെ ലിവറിനും പിന്നെ അസ്ഥിക്കും ഒക്കെ ഗുണകരമായിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ് അതിനകത്തുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ഒമേഗ 3 അടങ്ങിയിരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് മത്തങ്ങയുടെ കുരുവിനുള്ളതായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളത് വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മത്തങ്ങ ഇതുപോലെ ഫുള്ളായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പോർഷൻ കളയാതെ നമുക്കിതുപോലെ ചമ്മന്തി അരച്ചെടുക്കാം. നിങ്ങൾ ഇതുപോലെ തന്നെ മത്തങ്ങ കട്ട് ചെയ്തിട്ട് ഉള്ളിലെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പോർഷനും കുരുവും എല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റുക. ബാക്കി നമുക്ക് മത്തങ്ങ കറി വയ്ക്കാൻ എടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം കേട്ടോ. കത്തി വെച്ച് മുറിക്കുന്നതിനേക്കാൾ എളുപ്പം സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ചീകി എടുക്കുന്നതായിരിക്കും സൗകര്യം. അപ്പം ഞാൻ ഒരു മത്തങ്ങയുടെ ഒരു 1/4 പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഒരു മത്തങ്ങയുടെ ഉള്ളിലുള്ള 1/4 പോർഷൻ. ഒരു പീസ് ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് എടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം ചെറിയ ടൈപ്പ് മത്തങ്ങയുടെ ഒരു 1/4 പോർഷൻ ഉള്ളിലുള്ള ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് ഇതിനൊരു പ്രത്യേക ഫ്ലേവർ തരും. അതുകൊണ്ട് ഉഴുന്നിൻ്റെ അളവ് കുറയ്ക്കാതെ ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഈ ഉഴുന്നിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉഴുന്നിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് 4-5 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചമ്മന്തിയുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 5 വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് ചേർത്തോളുക. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിന് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വറ്റൽമുളക് എരിവിനനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക. പച്ചമുളകോ കുരുമുളകോ മുളക് പൊടിയോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ വറ്റൽമുളക് എത്ര എരിവ് വേണമെന്നുള്ളതിനനുസരിച്ച് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മുളകും എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത ഉഴുന്നും അതുപോലെ തന്നെ മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ എണ്ണയിൽ വേണം മത്തങ്ങ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് കണക്കാക്കി വേണം നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. തീരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ നമുക്ക് ആ മത്തങ്ങയൊന്ന് റോസ്റ്റായി കിട്ടില്ല. കുരുവൊക്കെ ഒന്ന് റോസ്റ്റായി വരണമെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ ഉള്ളിലെ ആ പോർഷൻ കുരുവെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി ഒരല്പം ലൂസായിട്ട് എടുക്കാനാണ് ഇഷ്ടം, വെള്ളം ചേർത്തെടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം. എണ്ണ കുറച്ച് യൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ ഞാൻ അങ്ങനെ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ടേസ്റ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ആ കുരു എല്ലാം ഒന്ന് വെന്ത് കിട്ടും, നല്ല പാകത്തിന് ടേസ്റ്റും ആയി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക 5 മിനിറ്റോളം. എന്നിട്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് കടുക് താളിച്ചൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ ലൂസായിട്ട് വെള്ളം ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവസാനം ചമ്മന്തി ആയി കഴിയുമ്പോൾ കുറച്ച് കടുക് താളിച്ച് ചേർക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയുടെ കുരുവും എല്ലാം നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം 5 മിനിറ്റാണ് മൂടി വെച്ച് വേവിച്ചത്. അപ്പോഴേക്കും അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറിക്കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, പച്ച മത്തങ്ങയുടെയും പഴുത്ത മത്തങ്ങയുടെയും കുരു ഇതുപോലെ യൂസ് ചെയ്യാം. പഴുത്തതിൻ്റെ തന്നെ വേണമെന്നില്ല. പച്ചയുടെ കുറച്ചുകൂടി ടേസ്റ്റ് പച്ച മത്തങ്ങയുടെ ഉള്ളിലുള്ള കുരു എടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടെ കുറഞ്ഞ തീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഓഫ് ചെയ്ത് നമുക്ക് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച ഉഴുന്നും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടല്ലോ, അത് ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു പകുതി നെല്ലിക്ക വലിപ്പത്തിൽ, തീരെ ചെറിയ ഒരു ഫുൾ നെല്ലിക്കയുടെ അത്രയും വലിപ്പം വേണ്ട, അതിനേക്കാൾ കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. വാളംപുളിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. വാളംപുളിയാണ് സാധാരണ നമ്മൾ ചമ്മന്തിക്ക് ചേർക്കാറില്ല. അപ്പം നിങ്ങൾക്ക് എരിവും പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ പുളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ആദ്യം അതൊന്ന് പുളിയെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ ആ ഒരു ഉള്ളിലെ പോർഷൻ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മത്തങ്ങ വേവിക്കുന്ന സമയത്ത് അല്പം വെള്ളം ചേർത്താണ് വേവിക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അല്പം കുറയും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അവസാനം കുറച്ച് എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകും വേപ്പിലയും എല്ലാം പൊട്ടിച്ച് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യാത്തത്, ഞാൻ വെള്ളം ചേർക്കാതെയാണ് ചമ്മന്തി അരച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. കാരണം ഇതിനകത്ത് നമ്മൾ ഉഴുന്ന് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇഡ്ഡലിപ്പൊടിയുടെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കുമാണ് കൂടുതൽ നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മത്തങ്ങയുടെ ചെറിയൊരു മധുരം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ ഒരു ചമ്മന്തി ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്